ഹലോ, അസ്സലാമു അലൈക്കും. മോസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചീസ് ബ്രെഡിലൊക്കെ വെച്ച് നിന്ന് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ലൂസായൊരു ചീസാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 1 ലിറ്റർ പാലാണ് ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി എടുക്കുന്നുള്ളൂ. പിന്നെ കോൺഫ്ലവറാണ്, അതൊരു 2 സ്പൂൺ ഇട്ടിക്കുന്നത്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക, അത് മതിയാവും, അധികം വേണ്ടി വരില്ല. അപ്പം നല്ല ഇനി പാല് നമുക്ക് നല്ല കൊണ്ടുപോയി വെച്ചിട്ട് കുറുക്കിയെടുക്കണം. അതിൻ്റെ കൂടെ ചേർക്കേണ്ടതെന്ന് പറയുക ബട്ടറാണ് കേട്ടോ. ഇത് തിളപ്പിച്ചിറക്കുമ്പോൾ ചേർത്ത് കൊടുക്കും. തീ കത്തിച്ച് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കണേ. നല്ല ചീസ് ഉണ്ടാക്കുക വീട്ടിൽ കുട്ടിയൊക്കെ കൊടുക്കാൻ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും വെറും പാലിലാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ കിട്ടൂല ചീസ്. പാലിൽ തന്നെ നമ്മളിത് നല്ലോണം കാച്ചിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിതാ ബട്ടർ ചേർക്കുക കേട്ടോ. ബട്ടർ ചേർത്ത് 2 ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് രസം. അധികം ഉപ്പാകരുത് കേട്ടോ. അങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുക. ബട്ടറിൽ കിടന്ന് നല്ല ഉരുകി. ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അങ്ങനെ നമ്മളെ ചീസ് റെഡിയായി. രസം കൂടെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാലിൻ്റെ മേലുണ്ട് കേട്ടോ. 2.5 ഗ്ലാസ് ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ നമുക്ക് കുട്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഇങ്ങനെ ആയാലും ഫ്രിഡ്ജിൽ വെക്കണം. കെമിക്കലൊന്നും കൂട്ടാത്തതില്ല. മറ്റേ എന്തോ കേട് വരാതെക്കാനൊക്കെ അവർ കൂട്ടിയാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ബട്ടർ ലേസ് അധികം കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അരച്ചെടുക്കാം. ചീസ് അരച്ചെടുത്തതാണ്. നല്ല റെഡിയായി, നല്ല ചീസായി. നമ്മൾ ബ്രെഡിൽ പരട്ടി തിന്ന് നോക്കുക കേട്ടോ. എല്ലാവരും ചീസ് ഉണ്ടാക്കി വെക്കണം. ബാക്കി കുറേ ഉണ്ട്, ഇത്ര ഉണ്ട് കേട്ടോ. അത് ഇത്രയും വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അങ്ങനെ കഴിച്ചോട്ടെ. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം നമ്മളെ ചീസ് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് കേട്ടോ. തണിയുമ്പോൾ നല്ല ഇതാണ് അരച്ചെടുത്ത് നല്ല ചീസ്. ഇത് റൊട്ടിയിൽ വെച്ചിട്ടും ബ്രെഡിൽ വെച്ചിട്ടും പിന്നെ എല്ലാത്തിലും വെച്ചിട്ട് കഴിക്കുക. ചപ്പാത്തിയിലും ഒക്കെ കൂടെ കഴിക്കുക. ചീസ് ഇങ്ങനെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കി. അപ്പോൾ നാളെ വേറൊരു വീഡിയോ നാളെ കാണാം. അസ്സലാമു അലൈക്കും.